ഇത് കഴിഞ്ഞ വീഡിയോയിലെ മറായി കാഴ്ചകളുടെ തുടർച്ചയാണ്. അറബ് സംസ്കാരത്തിന്റെ ഹിസ്റ്ററിയും പ്രൈഡുമൊക്കെയായ ക്യാമലും ഹോഴ്സുമൊക്കെയാണ് ഇന്നത്തെ അതിഥികളിൽ ആദ്യം. അവർക്കുള്ള ഫീഡും നമുക്ക് അവിടുന്ന് തന്നെ മേടിച്ചു കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഫാൽക്കൺ ഷോയാണ്. പണ്ട് കാലങ്ങളിൽ വേട്ടയ്ക്കും ജീവിക്കാനും ഒക്കെ ഫാൽക്കൺ ഇവരെ ഒരുപാട് സഹായിച്ചിരുന്നു. വാവ പറയുന്ന പോലെ നോട്ടമൊക്കെ കുറച്ച് സ്കെയറിയാണ്. ധൈര്യവും വിശ്വാസവും സ്വാതന്ത്ര്യവും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഇവരുടെ ഒരു പാരമ്പര്യത്തിന്റെ വലിയ ഭാഗമാണ് ഫാൽക്കൺ. ഇരുട്ടി തുടങ്ങിയതോടെ കാഴ്ചകൾക്ക് കുറച്ചുകൂടെ ഭംഗി കൂടി. നെക്സ്റ്റ് മറായി മാർക്കറ്റാണ്. കുട്ടിക്കുപ്പായം ഇട്ട റാബിറ്റ് കുഞ്ഞുങ്ങളും നല്ല വെറൈറ്റി കളറുകളിലുള്ള കുറേ കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കാണാനും എടുക്കാനും വേണ്ടി മാത്രമല്ല, നമുക്ക് ഇതിനെയൊക്കെ വില കൊടുത്ത് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ഒരു എൻട്രി ഫീ പോലും വെക്കാതെ ഇത്രയും വെൽ അറേഞ്ച്ഡ് ആയ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഓരോ റെസിഡൻസിനും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഈ ഗവൺമെൻറ് എടുക്കുന്ന ഒരു എഫോർട്ട് ഉണ്ടല്ലോ, സത്യത്തിൽ അതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല. അൽ ജഹീസ് വേൾഡ്, ഇത് ശരിക്കും ഒരു മാജിക്കൽ വേൾഡായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ആദ്യമേ തന്നെ കണ്ണുപോയത് പപ്പറ്റ് ഷോയിലേക്കാണ്. പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ പപ്പറ്റ്സ് കഴിഞ്ഞിട്ടല്ലേ വേറെ എന്തോ ഉള്ളൂ. ഓടി നടക്കാതെ അവരും അത് ശ്രദ്ധിച്ച് കാണുന്നുണ്ടായിരുന്നു. ഡ്രോയിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കളർ ചെയ്യാൻ അങ്ങനെ ഒരു കോർണർ. അവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസും കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. ഓരോ സ്റ്റോളും തരുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ്. വാവ ഇത്രയും എൻജോയ് ചെയ്ത വേറൊരു പ്ലേസ് ഇല്ലാന്ന് തന്നെ പറയാം. ഡോഗ് ഷോ. ഈ കുഞ്ഞു പപ്പീസ് എല്ലാം തന്നെ കുഞ്ഞുങ്ങൾക്ക് തൊടാനാവും വിധം നിന്നു കൊടുക്കുന്ന പോലെ തോന്നി. അവരെ പേടിപ്പിക്കുന്ന വിധം അതുങ്ങൾ ഒരു സൗണ്ട് പോലും ഉണ്ടാക്കുന്നുമില്ല. വൺസ് പേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കുഞ്ഞുങ്ങൾക്ക് പപ്പീസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് വാവ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ മിക്കവാറുമുള്ള സ്റ്റോൾസൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. നെക്സ്റ്റ് ഫുഡ് കോർട്ടാണ്. ഇവിടെ കിട്ടുന്ന അത്യാവശ്യം എല്ലാ ഫുഡ്സിൻ്റെയും ഒരു മിനിയേച്ചർ അവിടെയുണ്ട്. പിന്നെ ചോയ്സ് എപ്പോഴും നമ്മുടെയാണല്ലോ. കിച്ചുവിനും വാവയുടെയും ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴത്തെയും പോലെ ഐസ്ക്രീമാണ്. ഇത്രയും നല്ല കാഴ്ചകൾ സമ്മാനിച്ച മറായിയോട് യാത്ര പറയുന്നില്ല. അപ്പം ശരി, മറ്റൊരു വീഡിയോയുമായി കാണാം.